വിദ്യാഭ്യാസമന്ത്രി ഇന്നലെ പറഞ്ഞു ഈശ്വര പ്രാർത്ഥനകളൊക്കെ മത അടിസ്ഥാന ഈശ്വര പ്രാർത്ഥനകൾ സ്കൂളിൽ വേണ്ട അല്ല, അതിലൊക്കെ ചർച്ച ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഈ കേരളത്തിൽ ഒരു ഇടതുപക്ഷ അഭിപ്രായം മാത്രം കേരളത്തിൽ നടപ്പിലാക്കാൻ ഒക്കൂലല്ലോ. ആ നടപടി ശരിയായില്ല, ആ നടപടി തീരെ ശരിയല്ല. നടപടി ഒരു അഭിപ്രായം പറഞ്ഞതിനൊക്കെ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ സസ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ ഉത്തരേന്ത്യൻ മോഡലായിപ്പോയി. അത് വളരെ മോശമായ ഒരു പ്രവണതയാണ്. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ല. പിന്നെ അതുമാത്രമല്ല, ഇത് ഒരേ പന്തിയിൽ രണ്ട് സമീപനം എന്ന് പറഞ്ഞതുപോലെ ഇത്തരം എത്ര അധ്യാപകർ, ഗവൺമെന്റ് അധ്യാപകരും എയ്ഡഡ് സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. അവർക്കൊക്കെ സസ്പെൻഷൻ ഇതിനു മുമ്പ് കേരളത്തിൽ പതിവുണ്ടാവും. ഇവിടെ ഒരു വിഭാഗീയമായ പക്ഷപാതപരമായ നടപടിയായിപ്പോയി മാനേജ്മെന്റ് എടുത്തത്. മാനേജ്മെന്റ് സ്വമേധയാ അങ്ങനെ എടുക്കും എന്ന് തോന്നുന്നില്ല. ഞങ്ങൾ അറിഞ്ഞിടത്തോളം ഡിപ്പാർട്ട്മെന്റ് ഇൻസിസ്റ്റ് ചെയ്തിട്ടാണ് ആ നടപടിയെടുത്തത്. വിദ്യാഭ്യാസമന്ത്രി ഇന്നലെ പറഞ്ഞു ഈശ്വര പ്രാർത്ഥനകളൊക്കെ മത അടിസ്ഥാന ഈശ്വര പ്രാർത്ഥനകൾ സ്കൂളിൽ വേണ്ട. അല്ല, അതിലൊക്കെ ചർച്ച ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഈ കേരളത്തിൽ ഒരു ഇടതുപക്ഷ അഭിപ്രായം മാത്രം കേരളത്തിൽ നടപ്പിലാക്കാൻ ഒക്കൂലല്ലോ. ഇപ്പം ഈ അഷ്റഫിന്റെ കാര്യത്തിൽ തന്നെ ഒരു അഭിപ്രായം പറഞ്ഞു, ശരിയാണ്. അഭിപ്രായത്തിൽ പല അഭിപ്രായങ്ങളുണ്ടാവാം. പക്ഷെ അതിന്റെ പേരിലൊരു അച്ചടക്ക നടപടി, സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ കൂടിയ നടപടിയാണ്. അതൊരു ഏകാധിപത്യ പ്രവണതയുള്ള ഒരു അഭിപ്രായം പറഞ്ഞവനെ നിലക്ക് നിർത്തുന്ന പരിപാടിയാണ്. അത് കേരളത്തിൽ പതിവില്ലാത്തതാണ്. അത് ഇതേപോലെ അഭിപ്രായം പറഞ്ഞ ഡോക്ടർ ഹാരിസിനെതിരെ കാര്യമായിട്ട് നടപടി വന്നിട്ടില്ല. അല്ല, അത് നടപടി വേണ്ട ഒരു വിഷയമാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് ഞാൻ പറയും, ഈ നടപടി എടുക്കാൻ പാടില്ലായിരുന്നു. ഹാരിസ് പറഞ്ഞത് വാസ്തവത്തിൽ പബ്ലിക് ഇൻട്രസ്റ്റിൽ പറഞ്ഞതാന്നുള്ളത് കേരളം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ റൂളും നിയമവും മാത്രം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. റൂളും നിയമമൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അതിങ്ങനെ പൊക്കി പിടിച്ചാൽ അതൊരു ബ്രിട്ടീഷുകാര കാലത്തുള്ള സമീപനമായി മാറിപ്പോകും. നിയമം ഞങ്ങളൊക്കെ തന്നെയല്ലേ നിയമം ഉണ്ടാക്കുന്നത്. നിയമസഭാ സമാധികരും പാർലമെന്റ് മെമ്പർമാരും ഒക്കെയാണ് നിയമം ഉണ്ടാക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാ സിസ്റ്റം മെഡിക്കൽ കോളേജിൽ ഉണ്ടാക്കി വെച്ചു. പക്ഷേ ഓപ്പറേഷൻ ചെയ്യാനുള്ള സാധനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ നിയമം കൊണ്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ ഡോക്ടർ പ്രതികരിക്കാതിരിക്കുമോ? മനുഷ്യത്വമുള്ള ആരായാലും പ്രതികരിച്ചു പോകില്ലേ? അപ്പൊ അതേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇതിനൊന്നും നടപടിയല്ല വേണ്ടത്, ഒരു ഗീവ് ആൻഡ് ടേക്ക് സമീപനാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് വരാം. പാർട്ടി സെക്രട്ടറികളെ കണ്ടോ?